നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നല്ലൊരു മുഹൂർത്തം നോക്കി അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇയാളെ കൂട്ടിക്കൊണ്ടുപോവാൻ. ശാലിമോളെ, മോള് പോകാൻ തയ്യാറായി നിൽക്കുന്ന കണ്ടിട്ടാ ഞാൻ വേഗം ചായ എടുത്തോണ്ട് വന്നേ. കുടിക്കാതെ പോകരുത്. ദാ ഇതൊരു സ്പെഷ്യൽ ചായയാ. എന്നാ പിന്നെ കുടിച്ചോളെ. എടി, എന്നാ പിന്നെ എന്തെങ്കിലും കൂടി ഇതിന്റെ ഒപ്പം അങ്ങോട്ട് കഴിച്ചൂടെ നിനക്ക്? ഈ സമയത്ത് എനിക്കൊന്നും ഇറങ്ങില്ലമ്മേ. ഞാൻ അനുവിനെ കൊണ്ട് ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചു കഴിച്ചോളാം. ചായ എങ്ങനെയുണ്ട്? കലക്കിയിട്ടുണ്ട്. ഇതിൽ ഏലക്ക ഇട്ടല്ലേ? പിന്നെയും എന്തൊക്കെയോ ചേർത്തിട്ടുണ്ടല്ലോ. അത് സീക്രട്ടാ. ഞാനേ ശാരദാമ്മയ്ക്കും കൂടെ എടുക്കാം. വിഷ്ണുവേട്ടനും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് ചായ ഇട്ട് കൊടുക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. സത്യാമ്മയുടെ വീട്ടിലാണെങ്കിൽ അത് പിന്നെ ഞാൻ തന്നെ ഇട്ട് കൊടുക്കണം. സംഗതി കുടിച്ചു കഴിയുന്നവരെ ആള് നമ്മുടെ ചുറ്റും ഇങ്ങനെ ഉണ്ടാവും. വിഷ്ണുമോനെ കോടതി വെറുതെ വിട്ടതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇപ്പൊ സത്യാമ്മയാ. മോളാണ് അതിന് ഓടി നടന്നതെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ട് അറിയാം. ഒരു പൊടിക്ക് ആൾ അടങ്ങിയിട്ടുണ്ടമ്മേ. പണ്ടത്തെ ആ മസിൽ പിടുത്തവും വാശിയൊക്കെ കുറഞ്ഞതുപോലെയാ തോന്നുന്നേ. പിന്നെ അടങ്ങാതെ എന്നും എപ്പോഴും ഇങ്ങനെ വാശിയും വൈരാഗ്യം കാണിച്ചിരിക്കാൻ പറ്റുമോ? പിന്നെ ഇപ്പൊ അവർക്കും തോന്നി കാണും പഴയതുപോലെ വിഷ്ണുവിനെ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായില്ലെന്ന്. അല്ല, ഇത് എവിടെയെങ്കിലും കേൾക്കുന്ന കാര്യമാണോ? മകനെ ജീവിക്കാൻ സമ്മതിക്കാത്ത അമ്മ. മകന്റെ ജീവിതം പോകുന്നതെന്ന് അവർ ഓർക്കുന്നില്ല. ശാലിനി, അമ്മ ഒരു കാര്യം പറയട്ടെ. ഇപ്പോ സത്യാമ്മ അല്പ സന്തോഷത്തിൽ നിൽക്കുന്ന സമയമല്ലേ? എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ ഒന്ന് അവസാനിപ്പിച്ചുകൂടെ നിനക്ക്? അതൊന്ന് ആലോചിക്കണോ അമ്മേ? സത്യമോള് വിഷ്ണുവേട്ടന്റെ മോളാണെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇത്രയും കാലം ശ്യാമയുടെ കുഞ്ഞായി ആ വീട്ടിൽ വളർന്ന പപ്പിമോളും വിഷ്ണുവേട്ടന്റേതാണെന്നും 2 കുട്ടികളെ ഞാൻ പ്രസവിച്ചതാണെന്നും അറിയുമ്പോ എന്നെ പുറത്താക്കിയതുപോലെ നമ്മുടെ ശ്യാമയും ആ വീട്ടിൽ നിന്ന് പുറത്താക്കില്ലെന്ന് അമ്മയ്ക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? കള്ളങ്ങൾ കൊണ്ട് ഇത്രയും നാളും സത്യാമ്മയും രോഹിത്തിനെയും അവിടുത്തെ കുടുംബാംഗങ്ങളെയും ചതിച്ചതിനും വഞ്ചിച്ചതിനും ശ്യാമയ്ക്ക് സത്യാമ്മ മാപ്പ് കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇതിനെല്ലാം കൂട്ടുകയെന്ന് എന്നെ സത്യാമ്മ വെറുതെ വിടുവോ? ഇപ്പൊ അടങ്ങി നിൽക്കുന്ന അവര് ഇതറിയുമ്പോ എന്തൊക്കെ കാട്ടിക്കൂട്ടുമെന്ന് ആര് കണ്ടു? അതുകൊണ്ട് ആലോചിച്ച് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റൂ. ഇറങ്ങാൻ പോവായിരുന്നോ? ഇതെന്താ ഇപ്പോ? വരണമെന്ന് തോന്നി വന്നു. എന്തേ കുഴപ്പമായ? എന്ത് കുഴപ്പം? വാ, മോനകത്തേക്ക് കയറിയിരിക്കും. അല്ല വേണ്ട, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നാ. അകത്തുനിന്ന് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പുറത്തുനിന്ന് പറഞ്ഞിട്ട് പോട്ടെ അമ്മേ. ശാലി, അകത്ത് കയറരുതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. മോനെ, സത്യാമ്മ അറിഞ്ഞിട്ടാണോ വന്നത്? അതെ ശാരദാമ്മ, അമ്മ എന്നെ പറഞ്ഞു വിട്ടത് തന്നെ. അല്ലാതെ ചാടിയോടി പോരില്ലല്ലോ. ഇടി, അല്ല ഞാൻ ഇവിടെ ഇരുന്നോളാം. ഇനിയിപ്പോ ഇരുന്നില്ല എന്ന് വേണ്ട, ഇരിക്കാം. എന്തായാലും ഇരുന്നല്ലേ. ഈ ചായ കുടിക്കും. എടി,
വിഷ്ണുവിന് വേറെ ചായ എടുത്തു കൊടുക്ക്. സ്വന്തം ഇഷ്ടത്തോടെ വന്നതല്ലല്ലോ, അപ്പൊ പാതി തണുത്ത ഈ ചായ കുടിച്ചാ മതി. അല്ല, ഇത് കുഴപ്പമില്ല. ഇത് മതി. ഇത് താനുണ്ടാക്കിയതാ? അല്ല, അപ്പൊ ഞാൻ വരുമെന്ന് അറിയായിരുന്നോ? എവിടെയോ മറന്നൊരു പഴയ രുചി കിട്ടിക്കാണുമല്ലേ? അതൊന്ന് ഓർക്കാൻ കൂടി വേണ്ടിട്ടാ ഞാൻ ഇപ്പൊ ഇത് കുടിക്കാൻ പറഞ്ഞത്. എന്നാ നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ പോട്ടെ. അല്ല ശാരദാമ്മ, പോവാൻ പറ്റേ? ശാരദാമ്മ ഇവിടെ കേൾക്കേണ്ട കാര്യമാ. നല്ലൊരു മുഹൂർത്തം നോക്കി അമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഇയാളെ കൂട്ടിക്കൊണ്ടുപോവാൻ. ഒടുവിൽ അമ്മയ്ക്ക് മനസ്സിലായി, എന്റെ ജീവിതം പൂർണ്ണമാവണമെങ്കിൽ എന്റെ ശാലിനി എന്റെ ഒപ്പം വേണമെന്ന്. നന്നായി മോനെ. ഇനി ഇങ്ങനെ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കായിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കളയല്ലേ. ഭൂമിയില് മനുഷ്യർക്ക് കുറച്ച് ആയുസല്ലേ ഉള്ളൂ. അത് നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ച് തീർക്കാൻ നോക്ക്. ശാരദാമേ, ആ ഒന്നിങ്ങ് വരുമോ? അതാ വരുന്നു. നിങ്ങൾ സംസാരിക്കും. സന്തോഷായോ? നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വാക്കിനെ അങ്ങ് മൊത്തത്തിലെടുക്കാൻ പോവാ. വാക്കോ? സന്തോഷം. കുറെ സങ്കടപ്പെട്ടതല്ലേ, കുറെ അധികം കരഞ്ഞതുവാ. ഇനി കരയാൻ എന്റെ കണ്ണിലുമില്ല, തന്റെ കണ്ണിലുമില്ല കണ്ണീര്. അപ്പൊ എന്താ ചെയ്യാ? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ ഭാഗം അങ്ങ് മാറ്റിവെക്കുന്നു. എന്നിട്ട് 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 ആ ശാരദ മാം, അതെ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.